കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സത്യഗ്രഹ സമരം നടക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമരം വൈകിട്ട് 5 മണി വരെയാണ്. സെയ്ഫ് സൈലാബിദ്ദീനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സെയ്ഫ്, സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രത്തിനെതിരെയുള്ള സമരമായിട്ട് ഈ LDFന്റെ സമരം മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിയാണല്ലോ നേതൃത്വം വഹിക്കുന്നത്. മന്ത്രിമാരും മറ്റു ജനപ്രതിനിധികളും എല്ലാം തന്നെ ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അവർക്ക് ആവേശം നൽകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരു കാഹളം മുഴക്കുന്ന ഒരു പരിപാടി കൂടിയായിട്ട് ഇതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തുന്നത്? മുഖ്യമന്ത്രി ഉടനീളം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണിക്കാണ് നൗഫൽ ഈ പരിപാടി അവസാനിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രൂ ഔട്ട് ഈ പരിപാടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് പുറമെ സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതായത് MLA മാർ ഉണ്ടാകും, MP മാർ ഉണ്ടാകും. MP മാർ UDFന്റെ അല്ല, LDFന്റെ MP മാർ, രാജ്യസഭാ MP മാർ ഉണ്ടാകും. അങ്ങനെ വലിയ രീതിയിലുള്ള സമര പരിപാടി തന്നെയാണ് ഇവിടെ ആലോചിച്ചിരിക്കുന്നത്. നേരത്തെ സമരം നടത്തിയിരുന്നു കേന്ദ്രത്തിനെതിരെ. ഡൽഹിയിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും ജനപ്രതിനിധികളെല്ലാം ചേർന്ന് ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിൻ്റെ കാര്യമായ ഗുണമൊന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ ചെറിയ ഗുണങ്ങൾ കിട്ടി. അതിൻ്റെ തുടർച്ചയെന്നോണം വേണം നമ്മൾ ഈ സമരത്തെയും കാണാൻ. ഇത് കേന്ദ്രത്തിന് മുന്നിലേക്ക് കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇതേപോലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരു മുഖ്യമന്ത്രി ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു സമര പരിപാടി അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടാണ്. VS അച്യുതാനന്ദൻ അന്ന് വലിയ പ്രക്ഷോഭം നയിച്ച് ഇവിടെ ഇതിന് മുന്നിൽ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നാണ് ആ സമരം അന്ന് പ്രതിഷേധം അന്ന് രേഖപ്പെടുത്തിയത്. കേന്ദ്രം പലതരത്തിലുള്ള അവഗണന കേരളത്തോട് കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തൽ. കേന്ദ്രം ആവശ്യമായ വിഹിതം സംസ്ഥാനത്തിന് നൽകുന്നില്ല. സംസ്ഥാനത്തിന് നൽകാതെ തന്നെ തനത് വരുമാനം കൂട്ടി മുന്നേറാൻ വേണ്ടി ഈ സംസ്ഥാനം ശ്രമിക്കുമ്പോൾ ആ വരുമാനവും അതിനെയും പിടിച്ചിട്ട് പൈസ കിട്ടാത്ത തരത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഹിതവും സംസ്ഥാനം നൽകണം എന്ന നിബന്ധന കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. ഇതോടുകൂടി സംസ്ഥാന വരുമാനത്തിൻ്റെ ഒരു പങ്ക് അതിലേക്ക് പോവുകയാണ്. അങ്ങനെ തനത് വരുമാനം കൂട്ടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനും കേന്ദ്രം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതി വിഹിതം പലതും വെട്ടിക്കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും തുടങ്ങിവെച്ച പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അത് ഇഴഞ്ഞാണ് ആ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. പുതിയ പദ്ധതികളൊട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കുന്നുമില്ല. അങ്ങനെ കടുത്ത അവഗണന, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത പോലെ തന്നെ കടുത്ത അവഗണന കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തോടുണ്ടാകുന്നു. ആ പ്രതിഷേധം തിരുവനന്തപുരത്തെ സമരത്തിൽ കാണിച്ചുകൊണ്ട് അത് ഡൽഹിയിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ സമരം കഴിയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ എന്തായാലും ഈ സമരത്തിനില്ല. ഇത് രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലായിരുന്നു എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം കൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുമുന്നണി ഒരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. 10 മണിക്ക് കൃത്യം 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണി വരെയാണ് ഈ സമര പരിപാടി നടക്കുന്നത്. നൗഫൽ ജിൻസി. സെയ്ഫ്, അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിനെതിരെ ഒരു സമരം എന്നതിനേക്കാൾ ഉപരി ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് LDFന്റെ. അങ്ങനെ നോക്കുമ്പോൾ ഈ സമരത്തിൽ UDFനെതിരെയുള്ള വിമർശനം, കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെയുള്ള വിമർശനം കൂടി ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും നൗഫൽ, കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരായ വലിയ വിമർശനം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ പല സമരങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന അവർക്ക് മുന്നിലേക്ക് വെച്ചിട്ട് അതിനോട് യോജിക്കാൻ വേണ്ടി അവർ തയ്യാറായിരുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ പല തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകാൻ വേണ്ടി ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോഴും ഒപ്പിടില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പല വേദികളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA മാരും എല്ലാവരും കൂടെ ചെന്ന് അവിടെ സമരം നടത്തിയിട്ടും മറ്റ് പല സംസ്ഥാനങ്ങളിലെ, ഇപ്പോൾ കെജ്രിവാൾ, പഞ്ചാബിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടും കേരളത്തിൽ നിന്ന് പ്രതിപക്ഷത്തിൽ ഒരാൾ പോലും വന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ആദ്യമൊക്കെ കേന്ദ്രത്തിനെതിരായ വിമർശനമായിരിക്കുമെങ്കിലും അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൂടി മുഖ്യമന്ത്രി ഊന്നി പറയാനുള്ള സാധ്യതയുണ്ട്. അതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തുന്നു,
കേരളത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് അത് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി, അല്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമാകുന്നില്ല എന്നുള്ള പരാതി, അതെന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം മുന്നോട്ട് വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.